ഹലോ ഗൈസ്, ഇപ്പം ഇന്നേ 24 കുറച്ച് 3 സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പം എന്തൊക്കെ സാധനങ്ങളെന്ന് വിചാരിച്ചാലേ മൂന്നായിട്ടുണ്ട്. പൂവട പൊരിച്ചതുണ്ട്, പൂവട പുഴുങ്ങിയതുണ്ട്, പിന്നെ കൽത്തപ്പമുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പൂവട പൊരിക്കുകയാണ്. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉമ്മയും മൂത്തച്ചി പെണ്ണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾ പുറത്താണ്, ഞങ്ങൾ പുറത്തല്ല, ഉള്ളിൽ പൊരിക്കുന്നുണ്ട്. അമ്മ പിന്നെ മാവ് കുഴച്ചുണ്ടാക്കുകയാണ്. ഇത് പൂവട പൊരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ പൊരിക്കാൻ ഇത് പുഴുങ്ങാനുള്ള കേട്ടോ. അതാ പുഴുങ്ങണം അടുപ്പത്ത് വെച്ചിട്ട്. പൂവട അങ്ങനെ അടുപ്പത്ത് വെച്ച് സെഞ്ചിയിൽ കൊടുക്കയിലിട്ടുക. ഇങ്ങനെ ആവി വന്നാൽ അങ്ങോട്ട് മാങ്ങ. അപ്പോൾ അതാ പൂവടൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ചേറെ തീറ്റ തുടങ്ങിക്കണം. പിന്നെ സ്കൂളിൽ വന്നിരിക്കുന്നു ലാസ്റ്റ് ടീച്ചറെ സ്കൂൾ. പിന്നെ പൈസ അതാ ചായയും പൂവടി ബിസ്ക്കറ്റൊക്കെ പാടെ പൈസയുണ്ട്. അവർക്ക് പിന്നെ നോമ്പില്ലല്ലോ, എന്താ ഉള്ള ചെറിയുണ്ടോ നോമ്പില്ല. നമ്മൾ പത്തിരിക്ക് പരത്തുന്നുണ്ട്, പത്തിരിയാണ്. പൂവട ഇനി പത്തിരി ചൂടാതെ ചട്ടിയൊക്കെ അടുപ്പത്തിട്ട് റെഡിയാക്കി വെച്ചേക്കണു. പിന്നെ കൽത്തപ്പത്ത് കാട്ടത് തേങ്ങ കട്ട് ചെയ്യണത്, കൽത്തപ്പം ഉണ്ടാക്കാതെ കൽത്തപ്പം മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചേക്കണം. ജീരകമൊക്കെ ശർക്കരയൊക്കെ ഇട്ട്. പിന്നെ നമ്മളെ പതിവ് പണിയുണ്ട്, കുറച്ച് നേരം ഒന്ന് കൈ പിന്നെ കളച്ച് മണ്ണ് അപ്പുറത്ത് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ദിവസം കുറച്ച് നേരമൊക്കെ ചെയ്യും. ഒന്നിനും കൊടുക്കും. നമ്മളെ തടിയൊക്കെ ഒന്ന് സെറ്റാക്കണ്ടേ, ഇന്ന് വ്യായാമമാവും. അപ്പോൾ പിന്നെ ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് ഇലയൊക്കെ തുടച്ച് നേരാക്കാണ്, വാട്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ കീറുള്ളൂ. അപ്പോൾ വാട്ടി കൊടുന്നൊക്കെ ഇലയൊക്കെ തുടച്ച് സെറ്റാക്കുകയാണ്. ഓരോന്നും പുഴുങ്ങിയ പൂവടയാണ് ആദ്യം റെഡിയാക്കുന്നത്. അപ്പം അത് എണ്ണിയൊക്കെ പള്ളിക്കൽ ചീരിഞ്ഞ ഉണ്ടാവാനാ, എല്ലാ കൊല്ലം ഉള്ളതാണ്. ഇത് പുഴുങ്ങിയതാട്ടോ, അല്ല ഇത് പൊരിച്ച പൂവട, ഇത് പൊരിച്ച പൂവട. അപ്പം അങ്ങനെ റെഡിയാക്കുകയാണ്. കുഞ്ഞിതാ ഇപ്പം ഒന്ന് മടക്കി കെട്ടാനുള്ള ലെവലിലാണ്. കൽത്തപ്പുണ്ട്, കൽത്തപ്പൊക്കെ വലിയ ബലമില്ലാതെ കഷ്ണം ഉടയ്യ അല്ലാതെ അങ്ങനെയില്ല, വെള്ളം കുടിക്കുക എന്താണെന്നറിയില്ല, ഉടഞ്ഞ് കെട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണമാക്കിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫുള്ളായിട്ട് കാണും വേണ്ട. ആദ്യമായിട്ട് കാണുന്ന ചങ്കളൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നിങ്ങളൊപ്പം കൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഫുള്ളായിട്ട് കാണലാണ് മെയിൻ. നിങ്ങളെ ലൈക്കും ഷെയറൊക്കെ ഉണ്ടായിക്കോട്ടെ, കമൻറ്റൊക്കെ. ഇതിനൊക്കെ ഇങ്ങനെ മടി പിടിക്കണം. എല്ലാവരും കുറേ ലൈക്കൊക്കെ അടിച്ച് പിടി, കാണുന്ന കുറേ ലൈക്ക് അടിക്കുക. നമ്മളൊക്കെ ഓരോരുത്തരെ സഹായിക്കാനൊക്കെ തന്നെ അല്ലേ. ഞാനൊക്കെ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ നമ്മളങ്ങനെ ലൈക്ക് അടിക്കലും ഷെയർ ചെയ്യലും കമൻറ്റ് ചെയ്യലൊക്കെ ഉണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നിങ്ങൾ നമ്മളൊക്കെ ഒന്ന് സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. ഒക്കെ പൊതിഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് കുഞ്ഞിന്തോ പൂവ പൊരിച്ച പൂവടി റെഡിയാക്കാം കേട്ടോ. ഒക്കെ കവറിൽ റെഡിയാക്കി സെറ്റാക്കിക്കൊണ്ട് ഇപ്പം അതുകൊണ്ട് പള്ളിക്കലേക്ക് പോവാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഷെയ്ക്ക് അടിക്കണം പറഞ്ഞാൽ ഓറിയോ ഷെയ്ക്ക് അടിക്കാം. ഷെയ്ക്ക് അടിച്ചു നോമ്പറക്കാനുള്ള സെറ്റപ്പിലാണ്. നോമ്പറക്കാൻ ഇന്നത്തെ വിഭവങ്ങൾ ഇതാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ബായ്.